സംസ്ഥാനത്ത് ഗുണ്ടാബന്ധം അതിൽ അവർക്കെതിരായ കർശന നടപടിയിലേക്ക് പോലീസ് സേന കടക്കുന്നു എന്ന പ്രധാനപ്പെട്ട സാഹചര്യം. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളെ സ്വാധീനിക്കുന്ന മറ്റു വാർത്തകളുമുണ്ട്. PT7 എന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന PT7 പിടിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് ഇന്ന് ദൗത്യസംഘം നീങ്ങുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. അരുൺ സക്കറി അവിടെ എത്തിയിരിക്കുന്നു, കുങ്കിയാനകൾ അവിടെ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇന്നോ നാളെയോടുകൂടി PT7 കൂട്ടിലാക്കുമെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വയനാട്ടിലെ കടുവാ ഭീതിയാണ്. ഒരു 2 കടുവയെ നമ്മൾ പിടികൂടി, അതിലൊരു കടുവ ചത്തിരുന്നെങ്കിലും രണ്ടാമത്തെ കടുവയെ കൂട്ടിലാക്കാൻ സാധിച്ചു. പക്ഷേ വീണ്ടും വയനാട്ടിൽ കടുവാ ഭീഷണിയിൽ തന്നെയാണ്. ആ മേഖലയിലടക്കം CCTV ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിച്ചു എന്നതും എടുത്തു പറയുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ന്യൂസ് 8നെ സംബന്ധിച്ചും നമുക്കൊരു അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമ ഇടപെടലിന്റെ ദിവസം കൂടിയാണ്. കാരണം കൊച്ചി നഗരത്തിലെ രാത്രികാല ജീവിതം, അതിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോലീസ് പട്രോളിംഗ് വളരെ ശക്തമാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ട്. ഇതടക്കം വളരെ വിശദമായ സമഗ്രമായ ഒരു ദിവസത്തെ വാർത്താ ചിത്രമാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രഭാത കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ തലക്കെട്ടുകൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്തെ ഗുണ്ടാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ എടുത്തു പറയേണ്ടത്. സേനയ്ക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണല്ലേ. 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ 12 പോലീസുകാർ ഇതിനോടകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 3 പേരെ പിരിച്ചുവിട്ടിട്ടുമുണ്ട്. അതായത് അസാധാരണമായ രീതിയിലുള്ള ഗുണ്ടാ പോലീസ് ബന്ധം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഈ നടപടികൾ സൂചിപ്പിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും തലസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. രഞ്ജിനി സൂചിപ്പിച്ച പോലെ 12 പേർക്കെതിരെയാണ് ഇതുവരെ നടപടി. ഇനിയും നടപടി ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ഉണ്ട്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്തെ സംബന്ധിച്ച് രാവിലെ മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുടെ തുടക്കമാണ് ഉണ്ടാവുന്നത്. ഈ പോലീസ് സേനയിലെ ശുദ്ധീകരണമാണോ സർക്കാരിന്റെ ലക്ഷ്യം? ഗുണ്ടാ പോലീസ് ബന്ധം സംസ്ഥാനത്ത് ഒരു വലിയ വെല്ലുവിളിയായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടി എന്നുകൂടിയാണ് അറിയുന്നത്. നമ്മൾ അറിയുന്നത് പ്രകാരമാണ് ഇന്നലെ വൈകിട്ട് തന്നെ ചില നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇതുവരെ 12 പേർക്കെതിരെ നടപടി എന്നതാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇന്നും തുടർ നടപടികൾ ഉണ്ടാകുമോ? പോലീസ് സേനയിൽ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർ പോലും ഈ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ പേരിൽ നടപടി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഗുഡ് മോർണിംഗ് സജിത്ത് ആൻഡ് രഞ്ജിനി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല ഈ ദിനം. കാരണം അവർക്ക് ഒട്ടും സന്തോഷിക്കാൻ വകയില്ലാത്ത വാർത്തകളാണ് പുലർച്ചെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയായിരുന്നു 3 ഒരു ഇൻസ്പെക്ടറെയും 2 സിവിൽ പോലീസ് ഓഫീസർമാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഉള്ള ഉത്തരവ് പുറത്തു വന്നത്. അതും ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ നിർദ്ദേശത്തെ തുടർന്ന് 5 ഉദ്യോഗസ്ഥരെ, അതായത് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 5 ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഗോപകുമാർ, അനൂപ് കുമാർ, ജയൻ കുമാർ, സുധി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തതായി നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഇതോടെ തലസ്ഥാന ജില്ലയിൽ മാത്രം ഗുണ്ടാബന്ധം ആരോപിച്ചും ഒപ്പം തന്നെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം ആരോപിച്ചും അച്ചടക്ക ലംഘനം ആരോപിച്ചും ഇങ്ങനെ വിവിധങ്ങളായ കൃത്യവിലോപങ്ങളുടെ പേരിൽ ഇങ്ങനെ സസ്പെൻഷനിലാവുകയും പിരിച്ചുവിടപ്പെടുകയും ചെയ്ത ഉദ്യോഗസ്ഥരുടെ എണ്ണം 12 ആയിരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു മുഖച്ഛായ, അതായത് സർക്കാരിൻ്റെ ഒരു മുഖം രക്ഷിക്കുന്ന, ഒരു പോലീസിൻ്റെ മുഖം രക്ഷിക്കുന്ന ഒരു നടപടി കൂടിയായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദ്രുതമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ തീരുമാനങ്ങൾ
വ്യാഖ്യാനിക്കപ്പെടും. കാരണം മാധ്യമങ്ങളുടെ വലിയ തരത്തിൽ പോലീസുമായി ക്രിമിനൽ സംഘങ്ങൾക്കുള്ള ബന്ധങ്ങൾ വാർത്തയായ പശ്ചാത്തലത്തിലാണ് സേനയ്ക്ക് ആകെ അവമതിപ്പുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുമായി മുമ്പോട്ട് വരാൻ സർക്കാരും ഒപ്പം തന്നെ പോലീസ് വകുപ്പും നിർബന്ധിതരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ കുറ്റക്കാർക്കെതിരായ ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. ആ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറോട് കടുത്ത നടപടികളിലേക്ക്, അതായത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ തെറ്റായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സജിത്ത്, തീർച്ചയായും ഡാനാണ് അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ നടപടികളിലേക്ക് പോലീസ് സേന കടക്കുന്നു, സർക്കാർ കടക്കുന്നു. എല്ലാ കാലത്തും ഈ സേനയായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾ അതിനെല്ലാം മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അടക്കം വലിയ തോതിൽ പിഴകേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സേനയുടെ മുഖം രക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സർക്കാരിന് സ്വാഭാവികമായും ഈ വിഷയത്തിലുണ്ടല്ലോ. എന്തായാലും ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ സൂക്ഷിക്കേണ്ട ഒരു സമയത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു, നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. അങ്ങനെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഡാൻ പങ്കുവച്ചത്. ഡാൻ, മറ്റൊരു കാര്യം, ഈ ഗുണ്ടാ തലവന്മാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി ഉണ്ടല്ലോ. സ്വാഭാവികമായും ഈ ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ഒക്കെ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഇവർ ചില സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ CPI നേതാവിന്റെ മകളുമായൊക്കെ ഫോണിൽ ബന്ധം പുലർത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്താണ് ഇതിലൊരു നടപടി? ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഊട്ടിയിലും ഡൽഹിയിലും ഒക്കെ ഇവരുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും രഞ്ജിനി, ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ഉൾപ്പെടെയുള്ള ഗുണ്ടാ നേതാക്കൾക്ക് വേണ്ടി ചെന്നൈയും ഊട്ടിയും ഡൽഹിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം, ക്രൈം സ്ക്വാഡാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇവരെ എവിടെയാണ് എന്നതിനെക്കുറിച്ചൊരു സൂചനകൾ ഈ പരിശോധന നടത്തുന്ന സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ അവർ കീഴടങ്ങാൻ സന്നദ്ധരായി മുമ്പോട്ട് വന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അഭിഭാഷകർ മുഖേനയാണ് അതിന് നീക്കം നടത്തിയത്. പക്ഷേ അത്തരത്തിൽ കീഴടങ്ങാൻ അവസരമൊരുക്കി നൽകിയാൽ കീഴടങ്ങുന്നവർക്ക് ലഭിക്കുന്ന നിയമപരിരക്ഷകൾ ഓം പ്രകാശനും പുത്തൻപാലം രാജേഷിനുമൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം വരും. അതവർക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരെ നേരിട്ട് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സിറ്റി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. കാരണം അവർ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. രഞ്ജിത്ത്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ഈ പോലീസ് അല്ലെങ്കിൽ ഗുണ്ട രാഷ്ട്രീയ ബന്ധം പലപ്പോഴും ഇത്തരത്തിലുള്ള നടപടിയെടുക്കുന്നതിന് തടസ്സമാവാറുണ്ട്. സ്വാഭാവികമായും ഭരണകക്ഷിയും ഒപ്പം തന്നെ ഈ ഗുണ്ട ഇടപെടലുകളും ഒക്കെ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ്. കേരളം മാറി മാറി ഭരിച്ച പാർട്ടികളൊക്കെ അതിന്റെ ആ വിവാദത്തിന്റെ ഭാഗമായിട്ടുള്ളതുമാണ്. ഇപ്പോഴത്തെ ഈ പോലീസിലെ ശുദ്ധീകരണ നടപടികൾക്ക് ഒരു പൊളിറ്റിക്കൽ വിൽ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി ഈ നടപടിക്ക് പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുമോ? സജിത്ത്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക്, അതായത് ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് തണലൊരുക്കുന്നത്, സംരക്ഷണം ഒരുക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയായിരിക്കും. കാരണം അവരുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി മറ്റു തരത്തിലുള്ള ആയുധമായ സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്തു നൽകുന്നതിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾക്കെതിരായിട്ട് കൃത്യമായ നടപടിയെടുക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ തഴച്ച് വളരാൻ, അതായത് തലസ്ഥാന ജില്ലയിൽ പോലും ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഗുണ്ടാ ആക്രമണങ്ങളും മറ്റും പെരുകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് കൃത്യമായ നടപടികൾ വേണ്ട സമയത്ത് ഇവർക്കെതിരെ എടുക്കാൻ കഴിയാതെ പോയത് തന്നെയാണ്. ആ ഒരു നടപടിയാണ്, അസാധാരണമായ ഒരു നടപടിയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഗുണ്ടാ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ അത് സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെയല്ല, DYSP റാങ്കിലുള്ള ഒരു റേഞ്ചിന്റെ ഒരു ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഒരു ഗുരുതര കുറ്റം ആരോപിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതരാകുമ്പോൾ അത് കൃത്യമായ ഒരു സന്ദേശം തന്നെ സേനയ്ക്ക് നൽകുകയാണ്. ഇനി ഇത്തരത്തിലുള്ള നടപടികൾ വെച്ചുപൊറുപ്പിക്കാനാവില്ല. അച്ചടക്ക ലംഘനം ഉണ്ടായാൽ ഗുരുതരമായ നടപടികൾ നേരിടേണ്ടി വരും. നമുക്കറിയാം, ഇന്നലെ സസ്പെൻഷനിലായ DYSP, തിരുവനന്തപുരം റൂറൽ DYSP ആയിട്ടുള്ള KJ ജോൺസണെതിരെ ഉയർന്നു വന്ന ആരോപണം അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം മകളുടെ ബർത്ത്ഡേ പാർട്ടി സ്പോൺസർ ചെയ്തത് ഒരു ഗുണ്ടാ സംഘമായിരുന്നു എന്ന് പറയുമ്പോൾ എത്തരത്തിലേക്ക് ആ ബന്ധം വ്യാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി തന്നെ അത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ഈ ഒരു നടപടി ആ പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക്
മാറുമെന്ന കൃത്യമായ വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് വൈകിയാണെങ്കിലും ഈ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾക്കെതിരെ കൃത്യവിലോപനങ്ങൾക്കെതിരെ കർശനമായ നടപടിയുമായി രംഗത്തെത്താൻ പോലീസ്, ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഓഫീസൊക്കെ നിർബന്ധിതരായിരിക്കുന്നത്. സജിത്.